മൊസൈക്ക് ഇന്ത്യ. വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാന്നുള്ള ഒരു രീതിക്ക് അനുസരിച്ചാണ് വിഗ്രഹ നിർമ്മാണം തുടങ്ങിയത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹമൊന്നും പുറത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഉപ്പിക്കകത്താണ് ആയിരുന്നു. പിന്നീട് നമ്മുടെ വർക്കിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഒരു 12 പീസിലൊക്കെ ആക്കിയിടും. പിന്നെ ഇപ്പോൾ ഒരു 10 ഉണ്ടാക്കാൻ എനിക്ക് 3 ദിവസമൊക്കെ മതി. 3 ദിവസം മതി. 10 ഉണ്ടാക്കാൻ 3 ദിവസം മതി. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വ്യത്യസ്തനായ ഒരാളെ പരിചയപ്പെടാം. എന്താ? മദ്യക്കുപ്പികൾക്കുള്ളിൽ വിസ്മയം തീർക്കുന്ന വിനോദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിൽ പലരിലും ഒളിഞ്ഞുകിടന്ന് കലാവാസനയെ പുറത്തു കൊണ്ടുവന്ന ഒരവസരം കൂടിയായിരുന്നു 2019-20 കോവിഡ് മഹാമാരിയുടെ ലോക്ക്ഡൗൺ കാലം. യൂട്യൂബ് വീഡിയോകൾക്ക് ഇത്രയേറെ പ്രചാരം കിട്ടിയ ഒരു കാലവും വേറെ ഉണ്ടായിരുന്നില്ല. പാചക പരീക്ഷണങ്ങൾ നടത്തി കുക്കറി ഷോകൾ നടത്തുക, വിവിധതരം ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, ഷോർട്സ്, റീൽസ്, ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയവയ്ക്കൊക്കെ നല്ല കാലം, അല്ലെങ്കിൽ കൊയ്ത്ത് കാലമായിരുന്നു ആ കോവിഡ് കാലം എന്ന് വേണം പറയാൻ. സർക്കാർ നൽകുന്ന റേഷൻ ഭക്ഷണ കിറ്റുകൾ കൊണ്ട് പല കുടുംബങ്ങളും വിശപ്പടക്കിയിരുന്നൊരു കാലം കൂടിയായിരുന്നു അത്. കോവിഡിൻ്റെ ആ ഒറ്റപ്പെടൽ കാലത്ത് തൻ്റെ കലാവാസനയെ ഫലപ്രദമായി പരിപോഷിപ്പിച്ച ഒരാളാണ് തിരുവല്ല കല്ലുങ്കൽ സ്വദേശിയായ പെയിൻറ്റർ വിനോദ് വി ജോയി എന്ന 47-കാരൻ. മറ്റു ജോലിയൊന്നുമില്ലാത്തതിനാൽ യൂട്യൂബിലെ വീഡിയോകൾ കണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നൊരു കാലമായിരുന്നു അത്. അങ്ങനെയാണ് കാലിക്കുപ്പികൾ പെയിൻറ് ചെയ്തും മറ്റും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഒരു ചിത്രകാരൻ കൂടിയായ വിനോദ് ജോയിയുടെ ശ്രദ്ധയാകർഷിച്ചത്. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുപ്പിക്കുള്ളിൽ കപ്പലിൻ്റെ രൂപങ്ങളും ചെറുവിഗ്രഹങ്ങളുമൊക്കെ എങ്ങനെ നിർമ്മിക്കാനാവും എന്ന വിനോദിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒടുവിൽ ഫലം കണ്ടു. ആദ്യമായി ഒരു കപ്പലിൻ്റെ രൂപമാണ് ജോണി വാക്കറിൻ്റെ ഒരു ഒഴിഞ്ഞ കുപ്പിക്കുള്ളിൽ ഇയാൾ നിർമ്മിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പിന്നെ വിനോദിൻ്റെ വീട്ടിലും ബോട്ടിൽ ആർട്ടിൻ്റെ അരങ്ങുണർന്നു. പായ്ക്കപ്പലുകളും ചരക്ക് കപ്പലുകളും ബഹുനില ആഡംബര കപ്പലുകളുമൊക്കെ വിവിധയിനം ഒഴിഞ്ഞ മദ്യക്കുപ്പികൾക്കുള്ളിൽ രൂപം കൊണ്ടു. ഹായ് വിനോദ്. നമസ്കാരം. നമസ്കാരം. വിനോദ് ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് അല്ലേ? ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്. വീടുകൾക്കൊക്കെ പെയിന്റ് ചെയ്യുക, ആർട്ട് വർക്ക്. ചിത്രങ്ങളൊക്കെ പണ്ട് മുതലേ വരയ്ക്കുമായിരുന്നു? ചിത്രങ്ങൾ പണ്ട് തൊട്ട് കൊച്ചിലോട്ട് പടം വരയ്ക്കുമായിരുന്നു അല്ലേ? സ്കൂളിൽ നിന്ന് ഒരുപാട് മത്സരങ്ങൾക്ക് പോയി, സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലൊക്കെ 2 പ്രാവശ്യം പ്രൈസ് മേടിച്ചിട്ടുണ്ട് വർക്ക് എക്സ്പീരിയൻസിൽ. അതിൽ ഈ പ്ലാസ്റ്റർ പാരീസിലെ പ്രതിമ ഉണ്ടാക്കുന്നു, അതിന്റെ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാം. അന്ന് തൊട്ട് നമ്മൾ ഓയിൽ പെയിന്റ് ചെയ്യായിരുന്നു. ഈ കുപ്പിയിലുള്ള ഈ ആർട്ട് വർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് എങ്ങനെയാ വിനോദ് പഠിച്ചത്? ഇത് ഈ ബോട്ട് ഉണ്ടാക്കലായിരുന്നു ആദ്യത്തെ. ഇത് ഷിപ്പായിരുന്നു ആദ്യം ഉണ്ടാക്കിയത്. ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇതും അങ്ങനെ 2-3 ആദ്യമൊക്കെ ഉണ്ടാക്കി. ഇത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. യൂട്യൂബിൽ ഉണ്ടാക്കിയതിന് വെളി വെച്ചുണ്ടാക്കി അകത്ത് കയറ്റുന്ന ഒരു സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. എന്നെ വേറെ എങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല, പണിയില്ല. അങ്ങനെ വീട്ടിൽ ഇരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് കൃത്യമായിട്ട് ഇത് ഒരു പ്രൊഫഷൻ പോലെ ചെയ്തു തുടങ്ങിയത്. ഇവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ചെയ്തായത്. ഇത് യൂട്യൂബിൽ ഒരു വർക്ക് കണ്ടിട്ടാണ് ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത്. പക്ഷെ യൂട്യൂബിലൊക്കെ അത് വെളി വെച്ച് ഉണ്ടാക്കിയിട്ട് അകത്ത് കയറ്റുന്ന രീതിയാണ്. കുപ്പിക്കഴുത്തിലൂടെ എങ്ങനെയാണ് ഈ കഴുത്തിലൂടെ നമ്മളിതെല്ലാം കയറ്റുന്നത് ഇതുവഴി. അങ്ങനെ ഓരോരോ പീസുകളായിട്ട് 10-40 പീസ് ആണ് ഈ സാധനം. അത് വെളി വെച്ച് ഇതുപോലുള്ള ചെറിയ പീസിൽ ഉണ്ടാക്കിയിട്ട് ഇതിലേ കയറ്റി അവിടെ കൊണ്ട് ഉറപ്പിച്ചിട്ട് ചരട് വലിച്ച് നേരെയാക്കുന്നതല്ല. അങ്ങനെ ഞാനും ഉണ്ടാക്കിയതാ. പിന്നീട് എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ എന്നുള്ള തോന്നലിൽ നിന്നാണ് ഞാൻ മാറ്റി സ്കെച്ച് ഉണ്ടാക്കി ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇത് ഈ കുപ്പിയുടെ വട്ടത്തെക്കാട്ടി വലുതായിട്ട് ഇതിനകത്തുണ്ടാക്കി. കണ്ടുപിടുത്തല്ലേ? ഈ ഉപകരണങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് കമ്പിയാ. കമ്പി
കമ്പിയും ബ്രഷിന്റെ പിടിയും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ഏത് ഭാഗത്ത് ഇത് എത്തണോ ആദ്യം അങ്ങനെ ഉണ്ടാക്കുക. ഈ എത്തേണ്ട ഭാഗം വരുമ്പോഴത്തേനെ അത്രയും ഒരു ടൂൾസ് ഒക്കെ ഉണ്ടാക്കുക. ഇപ്പൊ ഈ ആവശ്യത്തിനനുസരിച്ച് ടൂൾ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഇത്രയും ടൂളാണ്. ഒരു ആവശ്യത്തിനനുസരിച്ച് അന്നേരം ടൂൾ ഉണ്ടാക്കുക, അല്ലാതെ ഒന്നിച്ച് ടൂൾ ഉണ്ടാക്കുകയല്ല, ആവശ്യം വരുമ്പോൾ ടൂൾ ഉണ്ടാക്കുക. ഇത് തേക്കിന്റെ തടിയാ, തേക്കിന്റെ റീപ്പാ ഇതെല്ലാം. ഇത് പിന്നെ ടൂപ്പിക്കാണ് ഈ സാധനം. ടൂത്ത്പിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഹെവി പശ, ഫ്ലെക്സ് ഒക്കെ ഒട്ടിക്കുന്ന പശ. പിന്നെ ഈ അടിയിൽ MC വെച്ചേക്കുന്നത്. MC ഇത് ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. ചിലതൊക്കെ 30 പീസ്, ചിലത് 40 പീസ്. ആദ്യമൊക്കെ 40 പീസൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മുടെ വർക്കിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഒരു 12 പീസിലൊക്കെ ആക്കിയെടുക്കും. ആദ്യം ഒരു സ്കെച്ച് ഇടുമോ? പുറത്ത് വരച്ചെടുക്കും. എന്നിട്ട് അതിനെ പീസ് ആക്കിയിട്ട് അതിന്റെ അളവെടുത്ത് ആ അളവിൽ അതിനകത്തോട്ട് കയറ്റുന്നത്. ആദ്യമൊക്കെ 40 പീസ് വരുമായിരുന്നു, 10, 30, 35 പീസൊക്കെ വരുമായിരുന്നു. പിന്നെ ചെയ്തു വന്നപ്പോൾ ഓരോ ഐഡിയ പരമായിട്ട് എങ്ങനെ ഇത് കോർത്ത് വെക്കാം എന്നുള്ള ഐഡിയന്ന് പിന്നെ കുറച്ച് പീസുകൾ കുറച്ച് ചെറിയ കുപ്പിക്കഴുത്തിലൂടെ ഇതൊക്കെ കയറ്റുക വളരെ ദുഷ്കരമല്ലേ? അത് വളരെ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ ഒരു സ്കില്ലനുസരിച്ച് ഇത് പെട്ടെന്ന് കയറും. ഇത് ഒരു കുപ്പി, ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ എത്ര ദിവസം എടുത്തു? ആദ്യമൊക്കെ 1 മാസമൊക്കെ എടുത്തായിരുന്നു. 1 മാസം കൂടുതൽ എടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ. ഒരു പീസ് ഉണ്ടാക്കാൻ ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ, ഒരു കുപ്പിക്കകത്ത് ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ 1 മാസമൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടാക്കാൻ എനിക്ക് 3 ദിവസമൊക്കെ മതി. പിന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇച്ചിരി താമസം വരും. ഇപ്പൊ ഇതിപ്പോ 3 നിലയുള്ള ഷിപ്പാ ഈ ആഡംബര നൗക. അപ്പൊ ഇതുമായിട്ട് വ്യത്യാസം. ഇത് കണ്ടുപിടിച്ച് ഇതിന്റെ സ്കെച്ച് ഉണ്ടാക്കി ഇട്ട് വേണമല്ലോ ചെയ്യാൻ. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടില്ല. അപ്പൊ ഈ പീസ് എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ആ രീതിയിൽ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ സ്കെച്ച് ചെയ്യാൻ കുറച്ച് കൂടുതൽ ദിവസം എടുത്തുണ്ടാവും. അപ്പൊ ആ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസം കൂടും. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലല്ലോ. എന്തിലും ഒരു വ്യത്യസ്തത സ്വപ്നം കണ്ടിരുന്ന വിനോദിന്റെ ഗവേഷണം പിന്നീട് കടന്നു പോയത് എങ്ങനെ ഈ ചെറിയ കുപ്പിക്കഴുത്തിലൂടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കാനാവും എന്ന ചിന്തയിലൂടെയായിരുന്നു. ഒടുവിൽ കമ്പിയും ഡ്രോയിങ് ബ്രഷിൻ്റെ പിടിയുമൊക്കെ ഉപയോഗിച്ച് സ്വന്തമായി ചെറിയ ടൂൾസ് നിർമ്മിച്ച് ആ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കി. വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ വിഗ്രഹം കുപ്പിക്കുള്ളിൽ തീർത്തുകൊണ്ടായിരുന്നു വിനോദ് ജോയി തൻ്റെ ആ മിഷൻ പൂർത്തിയാക്കിയത്. ഇതാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാകുന്ന വിഗ്രഹം. കുപ്പിക്കുള്ളിൽ വിഗ്രഹം ഉണ്ടാക്കിയത് ആദ്യത്തെ വിഗ്രഹം ഗണപതിയാണ്. ഗണപതി. എന്താ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി? വിഗ്രഹം ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്ന് കണക്ക് ആലോചിച്ചിട്ട് ചെയ്തു നോക്കിയതാ. അത് MC-ലാണ് ഇത് ചെയ്യുന്നത്. MC-ല് ഉണ്ടോ? ഈ MC-ലല്ല നമ്മളിത് ചെയ്യും. ഇതിങ്ങനെ ഈ കുപ്പിക്കകത്തെ കയറ്റി തേച്ച് പിടിപ്പിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ പകുതി ചെയ്തു വെച്ച ഒരു സാധനം വിഗ്രഹം. എന്താണിത്? ഇതൊരു ആളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത്? ഒരാളെ ഉണ്ടാക്കുക. ഒരു ഐഡിയ ഉണ്ടല്ലോ. ഒരു ഐഡിയ ഉണ്ട് എനിക്ക്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് പൂർണ്ണമാകാതെ പറയുന്നില്ല. നടന്മാരൊന്നും അല്ലല്ലോ. നടനാ. അതെ. ഇത് ഈ MC-ൽ നമുക്ക് ഇച്ചിരി കാണിക്കാം. ഈ MC-ൽ ഇച്ചിരി കുഴച്ച് ഇതെടുക്കുന്നു, ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നു. നമ്മൾ കുപ്പി എടുക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇത് കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇതുകൊണ്ട് അപ്പം നമുക്ക് ആവശ്യം ഇവിടെയാണ് വെക്കണ്ടേ, ഇവിടോട്ട് വെക്കുന്നു, അത് തേക്കുന്നു. ഇങ്ങനെ വെക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെക്കുകയില്ല. അതിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ അനുസരിച്ച് ഞാനത് തേച്ച് അവിടെ വെക്കും. കേട്ടോ, ഇങ്ങനെ തേച്ച് വെക്കുന്നു. വേറൊരു ടൂൾ എടുക്കുന്നു. ഇനി അതിനെ ഞാൻ ഇങ്ങോട്ടങ്ങ് പരത്തുന്നു. ഇതിനെല്ലാം ഒരു കണക്ക് എനിക്കുണ്ട്. ആ കണക്കനുസരിച്ച് ഞാനങ്ങ് ചെയ്യുക. അല്ല പ്രത്യേകിച്ച് അവിടെ വരയും ഒന്നുമില്ല. കേട്ടോ, ഈ രൂപമെല്ലാം മനസ്സിലാണ്. ഈ രൂപമെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അത് കാരണം എനിക്കറിയാതെ എവിടെ വെക്കണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇങ്ങനെയാണിത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെ ഓരോരോ പീസ് ഒരു ബേസ് ഉണ്ടാക്കി അതായത് രണ്ടിനെ ആൾക്ക് ഇത് പൊടിഞ്ഞു പോയിക്കാൻ ഇടയ്ക്ക് കമ്പൊക്കെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. ഉണ്ടോ, ഒരു പീസിൽ കമ്പി ഇരിക്കുന്നുണ്ടോ, ഒരു കമ്പി വെക്കും, എക്സ്റ്റെൻഡ് ചെയ്ത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലപ്പെടുത്തും. ആദ്യം ഒരു ബേസ് ഉണ്ടാക്കും. ഇവിടെ തന്നെ ഇതുണ്ടോ, ഒരു ബേസ് പണിതിട്ടുണ്ട്. ഒരു ബേസ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇത് പണിയാതെ വെച്ചേക്കുന്ന കുറച്ചുകൂടെ പണിയാൻ പറ്റത്തുള്ളൂ. ഇനിയും കൈയും കാലും ഒക്കെ പണിത് കഴിഞ്ഞാൽ
ഇത് കയറുകയില്ല, ഇത് പെയിന്റ് അടിക്കണ്ടേ. ഓക്കെ. പകുതിക്ക് വരുമ്പോഴത്തേന് കളർ ചെയ്യും, അല്ലെങ്കിൽ എല്ലാം പണിത് കഴിഞ്ഞാൽ പിന്നെ ഇത് കയറുകയില്ല. ഇത് കളർ ചെയ്തിട്ട് വേണം അതിൻ്റെ കൈയൊക്കെ പിടിപ്പിക്കാൻ. ഇത്ര ഉള്ളതായിട്ട് ഇങ്ങനെ കിട്ടുക. ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ കൈ വിറക്കല്ലേ എന്നേ ഉള്ളൂ. കൈ വിറയ്ക്കാൻ പാടില്ല. കൈ വിറച്ചാൽ ഇത് കുപ്പിയെ ചെന്ന് മുട്ടും. കുപ്പിയെ മുട്ടിയാൽ ഈ എംസീലിന് ഒരു ചെറിയ എണ്ണമയമുണ്ട്, അതവിടെ പറ്റും, പിന്നെ അത് പോകത്തില്ല. അപ്പോൾ അന്നേരം ഈ പറ്റിയാൽ ഈ ബോട്ടിൽ മാറ്റേണ്ടി വരും. പിന്നെ ആ വർക്ക് അവിടെ തീർന്നു, അകത്തെ രൂപം കാണാതെ വരും. അങ്ങനെ റിസ്ക് വല്ലതും ഉണ്ട്. പെയിന്റ് അടിക്കുമ്പോഴും അതുപോലെ തന്നെ പെയിന്റ് പറ്റിയാൽ തൂക്കാൻ വലിയ പ്രയാസമാണ്. നല്ല ക്വാളിറ്റി കൂടിയ പെയിന്റ് അല്ലേ അടിക്കുന്നത്, ഉടനെ ഉണങ്ങണം. അങ്ങനെയുള്ള ആകുമ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ചരണ്ടി എടുക്കാൻ വലിയ പാടാണ്. ഈ ബ്രഷാണ്, ഈ ബ്രഷ് തുണിയാണ് വേസ്റ്റ് ചുറ്റി വെച്ചേക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ കുത്തി ഇങ്ങനെ ടച്ച് ചെയ്തേ അടിക്കാൻ പറ്റില്ല. അടിക്കാൻ പറ്റില്ല, ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കൈ വിറയ്ക്കാൻ പാടില്ല. ഇവ എങ്ങനെ നമുക്ക് ഇങ്ങനെ കുപ്പി പിടിച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം ഈ ഇടയിലെല്ലാം കയറണം. അപ്പം അതിനനുസരിച്ച് നമ്മളിത് ചെയ്ത് വെക്കണം. വേണ്ട, എല്ലായിടത്തും പോകും. അപ്പം നമ്മുടെ ഇതിനപ്പുറത്തോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ മുട്ടും ഉണ്ടോ. അപ്പം അതിൻ്റെ ഒരു അളവ് അനുസരിച്ച് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഇത് പോയാലും ഇവിടെ മുട്ടെല്ലാം ഉണ്ട്. തൊട്ടു പിന്നാലെ സ്വാമി അയ്യപ്പനും ശ്രീനാരായണ ഗുരുവുമൊക്കെ ഈ കലാകാരൻ്റെ കരവിരുതിലൂടെ കാലിക്കുപ്പികൾക്കുള്ളിൽ രൂപം കൊണ്ടു. പകുതി ചെയ്യുക, പകുതി പെയിന്റ് അടിക്കുക, വീണ്ടും പകുതി ചെയ്യുക, പെയിന്റ് അടിക്കുക. അങ്ങനെയാണ് ഈ ഗണപതിയെ ചെയ്ത് ഏണ്ട ഒരു സക്സസ് ആയെന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വിഗ്രഹം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഈ അയ്യപ്പനെ ചെയ്തത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അനന്തശയനമാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഇത് അടുത്തൊരു എക്സിബിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 100-150 പീസ് വർക്ക് ചെയ്തിട്ട് വിഗ്രഹമൊക്കെ ചെയ്തിട്ട് വേണം ഈ എക്സിബിഷൻ ചെയ്യാൻ. ഓർഡർ ഒരുപാട് വന്നിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നൊരു കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് വിഗ്രഹം ഇതുപോലെ അയ്യപ്പനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നു. ബോട്ടിലാർട്ടിൽ ഒരു പുതുയുഗപ്പിറവി എന്ന് വേണമെങ്കിൽ വിനോദിൻ്റെ ഈ വിജയകരമായ പരീക്ഷണങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ആദ്യമായാവാം ഒരു ചെറിയ കുപ്പിക്കഴുത്തിലൂടെ ഒരു കലാകാരൻ കാലിക്കുപ്പികൾക്കുള്ളിൽ ഇത്തരം വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. ഈ കുപ്പികൾക്കൊക്കെ പുതുമയുള്ള സ്റ്റാൻഡുകൾ നിർമ്മിച്ച് തൻ്റെ കലാസൃഷ്ടികൾ കൂടുതൽ ആകർഷകമാക്കാനുള്ള ശ്രമത്തിലാണ് വിനോദ്. ഇതിൻ്റെ രൂപഭംഗിയും കൊമേഴ്സ്യൽ വാല്യൂയും ഒക്കെ തിരിച്ചറിഞ്ഞ് ഇതിനോടകം തന്നെ പല വ്യവസായ സംരംഭകരും വിനോദിനെ സമീപിച്ചിട്ടുമുണ്ട്. വിനോദ് വി ജോയിയുടെ ഈ കലാവിരുദിനെ മാനിച്ച് ന്യൂഡൽഹി ആസ്ഥാനമായ ഭാരത് സേവക് സമാജ് എന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഈ വർഷത്തെ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ഈ രീതിയിൽ 100-ലേറെ വിഗ്രഹങ്ങളും മറ്റും നിർമ്മിച്ച് ബോട്ടിൽ ആർട്ടിൻ്റെ പുത്തൻ മേഖലകൾ കീഴടക്കി എക്സിബിഷനുകൾ നടത്താനുള്ള പരിശ്രമത്തിലാണിന്ന് വിനോദ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശ് കാ വികാസ് സബ്കാ വികാസ് എന്ന ടാഗ് ലൈൻ മാനിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന കരകൗശല കോർപ്പറേഷനുമൊക്കെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന ഈ പെയിൻറ്ററുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൈത്താങ്ങുമായി എത്തുമോ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരൊക്കെ. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ കരകൗശല മേഖലയ്ക്ക് വിനോദ് വി ജോയ് എന്ന കലാകാരൻ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നതിൽ സംശയമില്ല. വിനോദിന് എല്ലാ ഭാവുകങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഈസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Macni Lockint. Optimistic. Zestful. Awesome. Inspirational and courageous. Let's explore together.